ഞാൻ മാറി നിന്ന് നോക്കുമായിരുന്നു. നന്നായി. ഈ ചുരിദാർ അഖിലമോളിട്ട സുന്ദരിയായിരിക്കും. അല്ലെങ്കിൽ എന്താ, എന്നെ കാണാൻ കൊള്ളില്ലേ? കാണാൻ നന്നായിട്ട് എന്താ കാര്യം? കണ്ടൂടല്ലോ ആർക്കും. മനസ്സിലായില്ല. എന്നെ ആർക്കും ഇഷ്ടമല്ലെന്നാണോ? അപ്പൊ ആകാശേട്ടൻ എന്നെ ഇഷ്ടമായതോ? അയ്യോ, ആകാശിന്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ കാര്യാ. അതിന് ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമില്ലാത്തെ? പുറമെ എല്ലാരും ഇഷ്ടം കാണിക്കും, ഉള്ളിൽ പറയുമ്പോഴല്ലേ. ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഞാനൊന്നും പറയുന്നില്ല. ഉള്ളത് പറഞ്ഞ ഏഷണിയാണെന്ന് പറയും. മോക്ക് ഇഷ്ടപ്പെടില്ല. ചേച്ചി കാര്യം എന്താന്ന് വെച്ചാ പറ. ഇത്രയും പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കിയിട്ട് നിർത്തരുത്. ഇവിടെ ആർക്കാ എന്നോട് ദേഷ്യം? ദേഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ മോളെ അവഗണിക്കുന്നുണ്ട്. മോളത് അറിയുന്നില്ലെന്ന് മാത്രം. എങ്ങനെ അവഗണിക്കുന്നു എന്നാ ചേച്ചി പറയുന്നേ? മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വീട്ടിൽ ഒരു ജോലി ഇല്ലാത്തത് മോൾക്കല്ലേ? അമൃതയുടെ സ്വന്തം പേരിലാണ് പഞ്ചരത്നം. അതിന്റെ നടത്തിപ്പും അമൃതയാ. അനഘയ്ക്ക് ജീവിക്കാനുള്ള വക ഹോസ്പിറ്റലിൽ നിന്ന് ശമ്പളം കിട്ടും. ആതിരയ്ക്ക് ജോലിയുണ്ട്. ആരാധ്യക്കും ഉടനെ ജോലിയാകും. എല്ലാവർക്കും ഈ വീട്ടിൽ തട്ടിക്കളിക്കാൻ ഒരു കളിപ്പാവ് പോലെ മോളും. എന്ത് ചെയ്യാം? വിധി. എനിക്ക് ജോലിയുടെ ആവശ്യമില്ല. ആകാശേട്ടൻ ജോലിയെടുത്ത് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട്. എനിക്കത് മതി. എന്നാലും ഈ വീട്ടിലൊരു സ്ഥാനം വേണ്ടേ? അതിന് കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ഓ, ഞാൻ ആകാശേട്ടന്റെ കൂടെ മാമന്റെ വീട്ടിൽ പോവും. എന്നാ അതുവരെയെങ്കിലും നോക്കിയും കണ്ടു നിന്നോ. ആതിര അമൃതയെ എതിർക്കുന്നത് കണ്ട് മോള് കൂടെ കൂടരുത്. ആതിരക്ക് ജോലി ഉള്ളത് കൊണ്ട് എന്തും പറയാം. അതുപോലെ അല്ല അഖിലേ നീ. ഒരിക്കൽ അമൃത പറയുന്നതും കൂടി ഞാൻ കേട്ടതാ. എന്ത് എന്ത് പറഞ്ഞു? മോള്, ഞാൻ പറഞ്ഞൂന്ന് ആരോടും പറയരുത്. ഇല്ല, എന്താന്ന് പറ. ഇളയത് 4 എണ്ണത്തിൽ ബുദ്ധിയും വിവരം കുറവ് അഖിലക്കാണെന്ന്. പിഴപ്പ് കേട്ട പെണ്ണായതുകൊണ്ടാ പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു? പറഞ്ഞു മോളെ. സിസിലി ചേച്ചി കള്ളം പറയില്ല. എന്റെ മോള് ചെന്ന് ബഹളമൊന്നും വെക്കരുത്. ഇനി ആരാധ്യക്ക് കൂടി ജോലി കിട്ടിയ മോക്ക് ഇവിടെ ഒരു വിലയില്ലാതാകും. അതുകൊണ്ട് ആരാധ്യക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കാൻ മോള് പ്രാർത്ഥിച്ചോ. അവളും കൂടി പോലീസിന്റെ യൂണിഫോം ഇട്ട് വന്നാൽ തീർന്നു. കറിവേപ്പില പോലെ മോളെ എടുത്ത് തള്ളും. ചേച്ചി ഇങ്ങനെ ഞങ്ങളെ തമ്മി തെറ്റിക്കാൻ നോക്കണ്ട. എന്റെ അനിയത്തിക്ക് ജോലി കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്. മോക്ക് ഒന്നും മനസ്സിലാവില്ലാന്ന്. മോള് എല്ലാവരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. ശ്രമിച്ചിട്ട് നടന്നില്ലല്ലേ? ദിവ്യപ്രഭയോടും അവളുടെ അമ്മയോടും ഞാൻ പറഞ്ഞു നോക്കി. അവരെന്നെ ചതിക്കാൻ കരുതിക്കൂട്ടി തീരുമാനിച്ചവരാ. എന്റെ കള്ളയൊപ്പിട്ട പ്രമാണം പേരിൽ എഴുതിയത് തന്നെ പഞ്ചരത്നത്തിൽ കണ്ണുവെച്ചിട്ടാ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ പ്രസിഡന്റ്? പോലീസിൽ പരാതിപ്പെടാം, കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ഇതൊക്കെ അല്ലാതെ വേറെ എന്താ ഒരു നിവൃത്തി? അതൊക്കെ കേസും കോടതിയൊക്കെ ആയിട്ട് എപ്പോ തീർപ്പുണ്ടാവാനാ? എനിക്ക് കാശിന് അത്യാവശ്യമായി പോയില്ലേ? ഏപ്രിലില് കുട്ടികളുടെ കല്യാണോ? ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ. പ്രസിഡന്റ്, എന്റെ വസ്തുവിന് 4-5 കോടിയുടെ മതിപ്പ് വിലയുണ്ട്. ഈ 2 കോടി കഴിച്ചിട്ടായാലും ബാക്കി ഒരു 50 ലക്ഷത്തിന് ലോൺ തന്നൂടെ? അതെങ്ങനെയാ? ഈ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദിവ്യപ്രഭയ്ക്കെന്നല്ലേ പറയുന്നത്? അവൾ ക്ലെയിം ചെയ്തിരിക്കുകയല്ലേ, പിന്നെ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും കൂടി
ഒറ്റ ലോണായിട്ട് വേണമെങ്കിൽ 2.5 കോടി ഞാൻ അനുവദിക്കാം. പക്ഷേ അപ്പോഴും ദിവ്യപ്രഭ പരാതി ഉന്നയിക്കരുത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.